എങ്ങനെ? അപ്പോൾ 6-7 ചെറുപ്പക്കാർക്ക് ഐക്കല്ല് കെട്ടിക്കൊടുത്ത് ബഹുമാനപ്പെട്ട മഹാനായ തങ്ങൾ പാപ്പ പണക്കാട്ടുള്ള ബഹുമാനപ്പെട്ട ഇവരുടെ വല്ലിപ്പയായ തങ്ങൾ അവർകൾ ഐക്കല്ല് കെട്ടിക്കൊടുത്തു. ഐക്കല്ല് കെട്ടിയ ചെറുപ്പക്കാർ സമരത്തിനിറങ്ങി. ബ്രിട്ടീഷിന്റെ നിറത്തോക്കിന്റെ മുന്നിൽ ധീരന്മാരായി അവർ പടപൊരുത്തി. അവസാനം അവരെ കൂട്ടത്തിൽ ഒരാളെ എങ്ങനെയോ വേട്ട ചെയ്ത് പിടിച്ചു, ഹാജരാക്കി. ഭേദ്യം ചെയ്തപ്പോൾ കാര്യം ബോധ്യപ്പെട്ടു. ബ്രിട്ടീഷ് പട്ടാളക്കാർ പണക്കാട്ട് വന്നു. തങ്ങളാപ്പാനോട് പറഞ്ഞു, തങ്ങളാപ്പാ നിങ്ങളെ ഞങ്ങൾ ആദരിക്കും, തൽക്കാലം അങ്ങനത്തെ ഒരു ഐക്കല്ല് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, നിങ്ങൾ ഈ നാട്ടിൻ്റെ വിളക്കാണ്. തങ്ങളാപ്പ പറഞ്ഞു, ഞാൻ നിങ്ങളെ വാക്ക് കേട്ടിട്ട് നിങ്ങളെന്നെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഐക്കല്ല് കൊടുത്തിട്ടില്ല എന്ന് എങ്ങനെ പറയും? നിങ്ങളെ കോടതിയിൽ ഞാൻ ജയിക്കും, എന്നാൽ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ അങ്ങനത്തെ ഐക്കല്ല് കൊടുത്തിട്ടുണ്ടല്ലോ. 6-7 ചെറുപ്പക്കാരെ കുരുതിക്ക് കൊടുത്തിട്ട് എനിക്ക് മാത്രം രക്ഷപ്പെടണമെന്നില്ല. എനിക്ക് നിങ്ങൾ ശിക്ഷിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ എനിക്കൊരുക്കാണ്. ഞാൻ നിങ്ങൾക്കെതിരിൽ ആ ഐക്കല്ല് കെട്ടിക്കൊടുത്താൽ ഞാൻ തന്നെ പറഞ്ഞു. അവസാനം ബഹുമാനിയായ ആ മനുഷ്യനെ ബ്രിട്ടീഷ് പട്ടാളം നാടുകടത്തി, ബ്രിട്ടീഷ് കോടതി നാടുകടത്തി, വെല്ലൂരിൽ പോയി മരിച്ചു. ആ ഖബർ വെല്ലൂരിലാണ്. ചിന്തിക്കണം, ആരാണ് ഇവിടെ ശുദ്ധാത്മാ പാണക്കാട്ട് കുടുംബത്തെ? എന്താ നിങ്ങൾ ഏതോ സ്ഥലത്തിന് ആള് കൂടിയപ്പോൾ ആളാക്കിയതാണോ ഈ തങ്ങന്മാരെ എന്നാ നിങ്ങൾ വിചാരിച്ചത്? അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ തങ്ങന്മാരുടെ പേരിലും ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. തങ്ങളല്ലാത്ത പലരെയും തങ്ങളാക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും തങ്ങളല്ലാത്തവർ തങ്ങളാക്കുന്നുണ്ട്. അതിനും ചില ആളുകളുണ്ട്. ഏതായാലും സമസ്തയുടെ പ്രവർത്തകന്മാർ ആ കൂട്ടത്തിൽ ഇല്ല. തങ്ങളല്ലാത്തവരെ തങ്ങളാക്കുന്ന പല ആളുകളും ഉണ്ട്. കേരളത്തിൽ കാരന്തൂരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന അതോട് ബന്ധപ്പെട്ട പല ആളുകളും പല സ്ഥലങ്ങളിലും തങ്ങളായി വിലസുന്നത് എൻ്റെ അറിവിൽ തന്നെയുണ്ട്. ഞാൻ തൽക്കാലം ഇത് പറയുക ദേഷ്യം കൊണ്ട് പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. സത്യത്തിൽ ആത്മീയത മുഖം മൂടിയല്ല എന്ന് പറയാൻ വേണ്ടി എന്നെ നിയോഗിച്ചപ്പോൾ മുഖം മൂടികളെ പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ കൂഴിക്കുഴി എന്ന സ്ഥലത്ത് കുറേ കാലം സലാത്ത് നടത്തിയ ഒരു കൊട്ടേഷൻ തങ്ങളുണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദ്വീപിലെ കോയയാണ്. ദ്വീപിലെ കോയയെ പിടിച്ച് തങ്ങളാക്കി